എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ കൊട്ടിയൂരപ്പൻ്റെ കഥകൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ നമ്മൾ കേട്ടു. ഇന്നേ ദിവസം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപത്തെ, ഒരു ഭാവത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് കഥേമമ്മയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഹാദേവൻ എന്ന് പറഞ്ഞാൽ അച്ഛനാണ് എന്ന് കഴിഞ്ഞൊരു അധ്യായത്തിൽ നമ്മൾ പറയുണ്ടായി. അതുപോലെ ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു ഭാവമാണ് ഗുരുഭാവം. ശിവനാണ് ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥൻ. അദ്ദേഹത്തിൻ്റെ മുകളിൽ ഒരു ഗുരുനാഥനില്ല. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമഃ എന്നാണ് വാക്യം. ആദ്യത്തെ ഗുരുനാഥൻ ശിവനാണ്. ശിവനെ തൊട്ടേ ഗുരുനാഥന്മാരെ കൂട്ടുള്ളൂ. ആദ്യത്തെ ഗുരു മഹാദേവനാണ്. ആ മഹാദേവന്റെ ഗുരുഭാവം ഏറ്റവും കൂടുതൽ പ്രകടമായിട്ടുള്ള ദക്ഷിണാമൂർത്തി എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ ഭാവത്തെയാണ് ഇന്നേ ദിവസം നമ്മൾ വിചാരം ചെയ്യാൻ വേണ്ടി പോകുന്നു. മഹാദേവന് തന്നെ നിരവധിയായിട്ടുള്ള ഭാവങ്ങളുണ്ട്. ഇപ്പോൾ കൊട്ടിയൂർ ഭഗവാന്റെ ഈ ദക്ഷയാഗം കഴിഞ്ഞിട്ടുള്ള വൈരാഗ്യാവസ്ഥയിലുള്ള ഭാവമാണെന്ന് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ എറണാകുളത്തപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരാതമൂർത്തിയാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ തൃപ്പങ്കോട് പോവുകയാണെങ്കിൽ കാലഹാരിയായിട്ടുള്ള ഭഗവാനാണെന്ന് പറയാറുണ്ട്. ഓരോ സ്ഥലത്തും ഭഗവാൻ ഓരോ ഭാവമാണ്. അതിലേറ്റവും വിശേഷപ്പെട്ട ഒരു ഭാവമാണ് ദക്ഷിണാമൂർത്തി എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ ഭാവം. ആ ഭഗവാന്റെ ഭാവത്തിൽ അദ്ദേഹം പ്രദാനം ചെയ്യുന്നത് വിദ്യയാണ്. അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ വളരെ ശാന്തശീലനായിട്ട് യോഗാസനത്തിൽ ഇരുന്നു കൊണ്ട് കയ്യിൽ ചിന്മുദ്രയും ജപമാലയും ധരിച്ചുകൊണ്ട് സപ്തർഷികൾക്ക് 7 പേർക്ക് മൗനത്തിലൂടെ വിദ്യ അഭ്യസിക്കുന്ന ഭാവമാണ് ഈ ദക്ഷിണാമൂർത്തി എന്ന് വിളിക്കപ്പെടുന്ന ഭാവം. അദ്ദേഹം ഇരിക്കുന്നത് ഒരു പേരാലിൻ്റെ ചുവട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി തെക്ക് ഭാഗത്തേക്കാണ്, ദക്ഷിണ ദിക്കിലേക്കാണ്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തെ ദക്ഷിണാമൂർത്തി എന്ന് വിളിക്കുന്നത് എന്നുമാണ് സങ്കല്പം. നമുക്കറിയാം, ഭാരതീയ സങ്കല്പത്തിൽ വിദ്യയുടെ ദേവനായിട്ട് നമ്മൾ പൊതുവിൽ കണക്കാക്കുന്നത് എപ്പോഴും സരസ്വതി ദേവിയാണ്. സരസ്വതി മാതാവിനോടൊപ്പം തന്നെ സ്ഥാനം വിദ്യയുടെ കാര്യത്തിൽ ഈ ദക്ഷിണാമൂർത്തിക്ക് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. വിദ്യ ആഗ്രഹിക്കുന്നവർ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വിദ്യാസമ്പാദനം സാധ്യമാവും എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. സപ്തർഷികൾക്ക് പോലും വിദ്യ കൊടുത്തത് ഭഗവാനാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ആചാര്യനെ നമുക്ക് എവിടെ അന്വേഷിച്ചാലാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കയ്യിലുള്ള ആ ചിന്മുദ്ര, അതേ മുദ്രയാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ സാക്ഷാൽ ധർമ്മശാസ്താവ് അയ്യപ്പസ്വാമിയും കയ്യിൽ ധരിച്ചിട്ടുള്ളത് ഈ മുദ്രയാണ്. ആ ചിന്മുദ്ര ധരിച്ചുകൊണ്ട് ഈ ജീവാത്മാ പരമാത്മാ ഐക്യത്തെ എപ്പോഴും പ്രകടമാക്കിക്കൊണ്ട് വിദ്യയുടെ തന്നെ മൂർത്തിമത് രൂപമായിട്ടുള്ള ദക്ഷിണാമൂർത്തിയെ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ആരാധിക്കാൻ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുക. എത്രത്തോളം പ്രാധാന്യം വിദ്യാരംഭത്തിന് നമ്മൾ ദേവീക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യം ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങളിൽ ഉണ്ട് എന്നാണ്. കാരണം ഭഗവാൻ വിദ്യ കൊടുക്കുന്ന പാരമ്പര്യമുള്ള ആളാണ്. ഒപ്പം തന്നെ ദക്ഷിണ ചോദിച്ചു വാങ്ങിയത് കൊണ്ട് ദക്ഷിണാമൂർത്തി എന്നുള്ളൊരു ഭാഗം കൂടെ പറയാറുണ്ട്. അത് നാടോടി കഥയാണ്, അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പ്രധാനമായിട്ടും ദക്ഷിണ ദിക്കിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യഭാവത്തിലിരിക്കുന്ന സപ്തർഷികൾക്ക് വിദ്യ കൊടുക്കുന്ന ഭഗവാനെയാണ് നമ്മൾ ദക്ഷിണാമൂർത്തി എന്നുള്ള ഭാവത്തിൽ ആരാധിക്കുന്നത്. ഇപ്പം ഏതൊക്കെ വിദ്യയാണോ നിങ്ങൾക്ക് താല്പര്യം, നോക്കൂ, ഭഗവാൻ അറിയാത്തതായിട്ട് എന്ത് വിദ്യയാണുള്ളത്? നൃത്തം അഭ്യസിക്കുന്ന ആളുകൾ നടരാജനായിട്ടുള്ള ശിവനെ ദക്ഷിണാമൂർത്തിയായിട്ട് കാണും. ആയുധാഭ്യാസം ചെയ്യുന്ന ആളുകൾ ആ സാക്ഷാൽ കാലനെ നിഗ്രഹിക്കുന്ന, ത്രിപുരങ്ങളെ നിഗ്രഹിക്കുന്ന, ഒരൊറ്റ അസ്ത്രം കൊണ്ട് 3 പുരങ്ങളെയും ഇല്ലാതാക്കി ത്രിപുരങ്ങളെ ദഹിപ്പിച്ച ഭഗവാന്റെ ഭാവത്തെ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ കണ്ട് ആരാധിക്കുക. ശ്രീപാർവതി സമേതനായിട്ടുള്ള ഭഗവാനെ ആ വിദ്യ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾ, വിദ്യാർത്ഥികൾ ആരാധിക്കുക. ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും ദക്ഷിണാമൂർത്തിയുടെ ഭാവത്തെ നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. എന്ത് വിദ്യയാണ് അദ്ദേഹം തരുന്നതുകൂടെ പറഞ്ഞ് നമുക്ക് ആത്യന്തികമായിട്ടുള്ള ആ അറിവിലേക്കുള്ള സഞ്ചാരമാണ് ഭഗവാൻ തരുന്നത്. അല്ലാതെ കേവലം ഭൗതികമായിട്ടുള്ള വിദ്യ മാത്രമാണ് എന്ന് കരുതരുത്. തീർച്ചയായിട്ടും ഭഗവാൻ ഈ ജീവിതത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ സാഹചര്യങ്ങൾക്ക് വേണ്ട, വിദ്യാഭ്യാസത്തിന് വേണ്ട വിദ്യയൊക്കെ ഭഗവാൻ തരുന്നുണ്ട്. അതിലും ഉപരിയായിട്ട് ബ്രഹ്മവിദ്യയാണ് ഭഗവാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ള ഒരു ഭാവം നമ്മൾക്ക് എപ്പോഴും ദക്ഷിണാമൂർത്തിയെ ആചരിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഏറ്റവും അനുചിതമായിട്ടുള്ള ദിവസങ്ങളായിട്ട് പറയുന്നത് വിജയദശമി. വളരെയധികം പ്രസിദ്ധമാണ് ഈ ദക്ഷിണാമൂർത്തിയെ ആരാധിക്കാൻ. 2 വ്യാഴാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഭഗവാനെ ആരാധിക്കുന്നത് വിദ്യ ലഭിക്കാൻ ഏറെ വൈശിഷ്ട്യമുള്ളതായിട്ടാണ് കണക്കാക്കുന്നത്.
കേരളത്തിൽ നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദക്ഷിണാമൂർത്തിയുടെ ഭാവമുണ്ട്. വൈക്കത്തപ്പൻ തന്നെ രാവിലത്തെ സമയത്ത് ദക്ഷിണാമൂർത്തി ഭാവത്തിലാണത്രേ ഭഗവാൻ പ്രകടമാവുന്നത്. മലപ്പുറം ജില്ലയിൽ എടപ്പാളിനടുത്ത് ശുഗപുരം എന്ന് വിളിക്കപ്പെടുന്ന ബ്രാഹ്മണ ഗ്രാമമുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈശ്വരൻ ശുഗവരത്തപ്പനായിട്ട് വിളങ്ങുന്നതും ഇതേ ദക്ഷിണാമൂർത്തി തന്നെയാണ് എന്നുള്ള ഭാവം അദ്ദേഹത്തെ ആ ഭാവത്തിൽ കണ്ടുകൊണ്ട് നമസ്കരിക്കാനും ആ ഏറ്റവും വലിയ ബ്രഹ്മവിദ്യയുടെ പാതയിലേക്ക് സഞ്ചരിക്കാനും ഭഗവാൻ മഹാദേവന്റെ ദക്ഷിണാമൂർത്തി ഭാവത്തെ സദാ മനസ്സിൽ കൊണ്ടു നടക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.